ഹലോ. ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ കുറേ നാളല്ല, കുറേ ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനൊരു വീഡിയോ ഇടണോ വേണ്ടയോ എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങള് യുകെയിലുള്ള അലൈൻഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് ഒരു HCPC രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും ജസ്റ്റ് ഇതൊന്ന് കണ്ടോ. ഞാനിവിടെ ഈ വർഷം ജനുവരി 2024 വന്നത്. ഇപ്പം ഏകദേശം ഒരു 1 ഇയർ ആകാറായി. ഞാനിവിടെ വന്നിട്ട് ആക്ച്വലി ഞാൻ എൻ്റെ ട്രസ്റ്റിലോട്ട് ഇപ്പം എന്നെ റിക്രൂട്ട് ചെയ്തത് ഒരു ഇന്ത്യൻ എന്നുള്ള രീതിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എൻ്റെ കൊളീഗ്സ് ഇന്ത്യക്കാരൊക്കെ അവർ ഏകദേശം വേറെ വേറെ സ്ഥലത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഞാനിവിടെ വാട്ട്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ വർക്ക് ചെയ്യണത്. അപ്പം ഞാനിപ്പോൾ ആക്ച്വലി എന്നെ അവർ ടെർമിനേഷൻ എന്നുള്ളൊരു രീതിയിൽ കൂടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരെന്നോട് ഓറലി ടെർമിനേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് അതായത് എനിക്ക് മെൻ്റലി ഭയങ്കര ടോർച്ചറായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ആക്ച്വലി ഇത് ഞാൻ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള 1, 2 ഫ്രണ്ട്സിന് മാത്രം അത്ര ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണെന്നൊക്കെ ക്ലോസ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ SORൽ അതുപോലെ ഏതെങ്കിലും യൂണിയനിൽ നിങ്ങൾ മെമ്പർ ആയിക്കോളുക. നമുക്ക് മാസം ഒരു 26 പൗണ്ട് അങ്ങനെ എന്തോ സംതിങ് പോകും. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇത് അത്ര കാര്യമായിട്ട് ഒരു SORൽ മെമ്പർ ആകണം അതൊന്നും നമ്മളത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല. ഞാൻ ഉൾപ്പെടെ ഏകദേശം ഒരു 11, 12 എൻ്റെ ബാച്ച്മേറ്റ്സ് ഇത്രയും പേര് ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് റിക്രൂട്ട് ചെയ്ത് വന്നതാണ്. പക്ഷെ ഞങ്ങളാരും സെയിം ഹോസ്പിറ്റലല്ല. ഓരോരുത്തരും ഓരോ ഹോസ്പിറ്റലായിട്ട് ഓരോ ട്രസ്റ്റിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഏകദേശം ഒരു 2 പേര് 3 പേരൊക്കെ മിനിമം ആൾക്കാരുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇത്രയും പേരുണ്ട്. ഞാൻ മാത്രമേ എൻ്റെ ഈ ഒരു ട്രസ്റ്റിൽ ആക്ച്വലി ഒറ്റയ്ക്ക് വന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സ്റ്റാർട്ടിങ് തൊട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു കാര്യം ക്യാച്ചപ്പ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കണമെങ്കിൽ തന്നെ ഒരു ഫ്രണ്ട് സർക്കിൾ എന്നുള്ള രീതിയിൽ തന്നെ ഒരാളെ കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നോർമലി ഇവിടെ എല്ലാവർക്കും പ്രൊബേഷൻ പീരീഡ് 6 മന്ത്സ് ആണ്. പക്ഷെ എൻ്റെ ട്രസ്റ്റിൽ എന്നോട് ഇവിടെ പറഞ്ഞത് 3 മന്ത്സ് സ്റ്റാർട്ടിങ് 3 മന്ത്സ് ഒരു സെറ്റിലിംഗ് ടൈം, അതായത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ളത് കൊണ്ട് ഒരു സെറ്റിലിംഗ് ടൈം, അത് കഴിഞ്ഞിട്ടുള്ളൊരു 6 മന്ത്സ് ആണ് റിയൽ പ്രൊബേഷൻ ടൈം. അങ്ങനെ ടോട്ടൽ ഒരു 9 മന്ത്സ് എനിക്കിവിടെ പ്രൊബേഷൻ തന്നെയായിട്ടൊരു 9 മന്ത്സ് ആയിട്ട് എൻ്റെ പോയായിരുന്നു. അപ്പം എൻ്റെ എൻഡ് ഓഫ് പ്രൊബേഷൻ 9 മന്ത്സ് എന്നുള്ളത് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പിന്നെ ഒരു 2 മന്ത്സ് ആയി. കാരണം ഞാൻ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ചെയ്യണില്ല, എനിക്കൊന്നും പഠിക്കാൻ പറ്റണില്ല എന്നുള്ള രീതിയിൽ അവരെനിക്കൊരു 2 മന്ത്സും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഈ 9 മന്ത്സിൽ എൻ്റെ മിഡ് പ്രൊബേഷൻ മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഈ മിഡ് പ്രൊബേഷൻ മീറ്റിംഗ്സിൽ അവരിങ്ങനെ കുറേ ഒബ്ജക്റ്റീവ്സ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കുറേ കാര്യങ്ങൾ ചെയ്യണില്ല എന്നുള്ള രീതിയിൽ കുറേ ഒബ്ജക്റ്റീവ്സ് തന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഈ പറയാൻ വന്നത് നിങ്ങളിവിടെ ആദ്യമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു ഏതെങ്കിലും ഒരു യൂണിയനിൽ SOR അങ്ങനെ എന്തെങ്കിലും ഒരു യൂണിയനിൽ മെമ്പർ ആയിക്കോളുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോയേഴ്സുമായിട്ടോ ഇവിടുത്തെ സോളിസിറ്റേഴ്സുമായിട്ടോ ആരെങ്കിലും കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു യൂണിയനിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മെമ്പർ ആയിരിക്കണം. പിന്നെ ഇവരിവിടെ നമുക്ക് കോമ്പറ്റൻസി എന്ന് പറയുന്നൊരു സാധനം തരും. നമ്മൾ അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അല്ലെങ്കിൽ ഇപ്പം എക്സ്റേ CT ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ മെഷീൻ വൈസ് അങ്ങനെ കോമ്പറ്റൻസി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആക്ച്വലി കോമ്പറ്റൻസി നമ്മൾ അത്ര ചില ട്രസ്റ്റിലൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് എടുക്കില്ല. പക്ഷേ നിങ്ങൾക്ക് അവർ കോമ്പറ്റൻസി തന്നിട്ടില്ലെങ്കിലും നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കോമ്പറ്റൻസി ഫോം വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കോമ്പറ്റൻസി വാങ്ങിച്ചോളുക. അത് നിങ്ങൾ ഓരോ മൊഡാലിറ്റിയിലും വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ആ കോമ്പറ്റൻസി സൈൻ ചെയ്ത് വാങ്ങിച്ചോളുക. ഇപ്പം മെഷീൻ ഓൺ ചെയ്യുന്നത്, ഓഫ് ചെയ്യണത്, അങ്ങനെ കുറേ സംഭവങ്ങളായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ടാവും. അതിൽ ഓരോന്നും നമ്മൾ സൈൻ ഇട്ട് ആ മൊഡാലിറ്റിയുടെ ലീഡ് ആരാണോ ആ ലീഡിനെ കൊണ്ട് നമ്മൾ സൈൻ ചെയ്യിപ്പിച്ച് വാങ്ങിച്ചോളുക. പിന്നെ ഈ മൊഡാലിറ്റീസിൽ ഉള്ളതിൽ ഇപ്പം ചിലപ്പം ഇപ്പം CR പോലത്തെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ സോറി, ഞാൻ ആക്ച്വലി ഇവിടെ എക്സ്റേയിലാണ് വർക്ക് ചെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ CR DRൻ്റെ കാര്യം പറയണത്. CR പോലത്തെ സാധനങ്ങൾ ചിലപ്പം ആ ട്രസ്റ്റിൽ നേരത്തെ യൂസ് ചെയ്യുന്നതുകൊണ്ടുണ്ടായിരുന്നു, ഇപ്പം യൂസ് ചെയ്തില്ലായിരിക്കും. അപ്പം അതിൽ നമ്മുടെ ആ കോമ്പറ്റൻസിയിൽ CR എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്
അവിടെ ഇപ്പം ഇല്ലാത്തത് കൊണ്ട് അവര് പറയും, "ഓക്കെ ഇതിപ്പം ഇല്ലാന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അത് നോട്ട് ആപ്ലിക്കബിൾ" എന്ന് പറഞ്ഞിട്ട് ആ ലീഡിനെയും കൊണ്ട് തന്നെ സൈൻ ചെയ്യിപ്പിച്ച് നിങ്ങൾ വാങ്ങിച്ചോളുക. അത് കോമ്പറ്റൻസിയുടെ കാര്യം 1. പിന്നെ 2ാമത് കോമ്പറ്റൻസി എന്ന് പറയുന്ന സാധനം ഇവര് ബി നമുക്ക് സൈൻ തരുന്നില്ല എന്നുണ്ടെങ്കില്, ഇവര് ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് കോമ്പറ്റൻസിയുടെ സൈൻ തരണില്ലായിരുന്നു. എനിക്ക് പ്രോപ്പറായിട്ടൊരു റീസണേ അവര് പറയണില്ല. ഞാൻ ഇവരോട് ചോദിക്കുന്ന സമയത്തൊക്കെ ഇവര് ഭയങ്കര ബിസിയായിട്ട് ഇങ്ങനെ അവര് ഭയങ്കര ബിസിയായിട്ട് അഭിനയിക്കും. അല്ലെന്നുണ്ടെങ്കില് ഇവര് പിന്നെ തരാം എന്നുള്ള രീതിയില് എന്നോട് പറയും. ഞാൻ എപ്പോ പോയി ചോദിച്ചു കഴിഞ്ഞാലും ഇവര് കോമ്പറ്റൻസി എനിക്ക് സൈൻ തരണേ ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ മാക്സിമം കോമ്പറ്റൻസി സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഒരു 2, 3 സ്ഥലത്തെ കോമ്പറ്റൻസി എനിക്ക് കിട്ടാനുണ്ട്. അപ്പോ ഇവരിങ്ങനെ ബി എന്റെ ലീഡ് എന്നോട് കറക്റ്റായിട്ട് ഇപ്പം ആള് എന്നോട് ഭയങ്കര കമ്പനിയാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അങ്ങനെയുള്ളൊരു രീതിയിലുള്ളത് കൊണ്ട് നമ്മള് വിചാരിക്കും ഓക്കെ ബി അവര് ബിസി ആയതുകൊണ്ടായിരിക്കും. ഞാനിപ്പോ ഒരു 7, 8 ടൈംസ് അവരോട് കോമ്പറ്റൻസിയുടെ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് എനിക്ക് തരുവോന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ട് അവര് തരണില്ലായിരുന്നു. നിങ്ങള് ഇവിടെ വന്നിട്ടുണ്ടെങ്കില് നിങ്ങളുടെ ആരെയും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ആരെയും അതായത് നിങ്ങളൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാലും അവരാരും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കൂല. ഉം. നമ്മൾ ഒരുമിച്ച് നിങ്ങളുടെ ബാച്ച്മേറ്റ് ആയിട്ട് വരുന്നവരോ അല്ലെങ്കിൽ നമ്മള് നാട്ടീന്ന് വരുന്ന ആൾക്കാരല്ലാണ്ട് ഇവിടുത്തുകാരെ ഒരിക്കലും നമ്മളൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണരുത്. എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാനിത് പറയണത്. നിങ്ങൾക്ക് വേറെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ആൾക്കാരെ കിട്ടിയാൽ അത് അത്രയും നല്ലത്. പക്ഷേ നിങ്ങൾക്ക് ഒരു ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ നല്ലതാ. പക്ഷേ ഒരിക്കലും അവരെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയില് നമ്മളവരെ കാണരുത്. പിന്നെ ഇവര് നമ്മളോട് നല്ല രീതിയില് ഹായ്, ഹലോ, ഹൗ ആർ യു എന്നും പറഞ്ഞുകൊണ്ട് നമ്മളോട് നല്ല രീതിയിൽ നിക്കുവായിരിക്കും. പക്ഷേ നമ്മള് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ പ്രോപ്പറായിട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മുടെ ബാൻഡ് 8നോ അല്ലെങ്കില് മാനേജേഴ്സിനോ മെയില് ചെയ്ത് എന്തായാലും കൊടുക്കണുണ്ടാവും. നമ്മള് ചെയ്യണ എല്ലാ കാര്യങ്ങളും. ഞാനിതൊക്കെ അറിഞ്ഞത് എൻ്റെ ഈ ലാസ്റ്റ് ടൈമിലാണ് ഞാനിതൊക്കെ അറിഞ്ഞത്. കാരണം ഞാൻ ഒരാള് തന്നെയായിട്ട് വന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ ഈ ലാസ്റ്റ് ടൈമിലാണ് ഞാൻ ഈ ഈ കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ എനിക്കറിയണത്. അതുകൊണ്ട് നാളെ നിങ്ങളിവിടെ വന്നാല് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യരുത്. അതുകൊണ്ട് മാത്രാണ് ഞാനിതിപ്പം ഇങ്ങനൊരു കാര്യം ഇവിടെ വീഡിയോ ആയിട്ട് ഇടണത്. അപ്പം പറഞ്ഞു വന്നത് നമ്മള് കോമ്പറ്റൻസിയുടെ കാര്യാ. അപ്പം ഈ ബാൻഡ്സ് ആരേലും അതായത് നമ്മുടെ ലീഡ് ആരാണെന്ന് പറഞ്ഞാലും അവര് നമുക്ക് സൈൻ തരണില്ലാന്നുണ്ടെങ്കില് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അവരോട് പ്രോപ്പർ കാര്യം ചോദിക്കുക. നമ്മള് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണില്ല അല്ലെങ്കിൽ നമ്മക്ക് വേറെ നാട്ടീന്ന് വരുന്നത് കൊണ്ട് മെഷീൻസ് ഒക്കെ ഒരുപാട് ഡിഫറൻസ് ആയതുകൊണ്ടും നമുക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ബി നമ്മള് കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയില്ല എന്നതുകൊണ്ടാണെന്നുണ്ടെങ്കില് അവരത് നമ്മളോട് പറയണം. അതല്ലെന്നുണ്ടെങ്കില് ഇവര് നമ്മളോട് പറയണം, "ഓക്കെ നിങ്ങൾക്കിത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ അറിയത്തില്ല. നിങ്ങളിത് കറക്റ്റായിട്ട് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങള് സൈൻ തരാന്നുള്ള" രീതിയില് അവര് പറയണം. അതല്ലാണ്ട് ഇവര് ഇങ്ങനെ ബിസി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവര് നിങ്ങൾക്ക് തരാതിരിക്കുകയാണെന്നുണ്ടെങ്കില് അവര് നിങ്ങളുടെ എത്ര വലിയ ഫ്രണ്ട് ആണേലും എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ അപ്പം തന്നെ മാനേജേഴ്സിന് മെയിൽ അയച്ചേക്കും. ഞാൻ കോമ്പറ്റൻസി സൈൻ ചോദിച്ചു. എനിക്ക് പ്രോപ്പറായിട്ട് റീസൺ പറഞ്ഞു തന്നിട്ടില്ല. എനിക്ക് പ്രോപ്പറായിട്ട് ഇങ്ങനൊരു ഇതുകൊണ്ടാണ് എനിക്ക് കോമ്പറ്റൻസി സൈൻ തരാത്തത് എന്നുള്ള രീതിയില് ഇവര് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മള് മെയിൽ ചെയ്തേക്കുക. പിന്നെ ഇവിടെ നമ്മള് നാട്ടീന്ന് വരുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും മെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കണത് ഇത്ര ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്കറിയില്ല. എന്ത് കാര്യം ഉണ്ടേലും നിങ്ങള് ഡയറക്റ്റ് ആയിട്ട് മെയിൽ അയക്കുക അവർക്ക്. ഒരിക്കലും നമ്മള് പറഞ്ഞ് അവരോട് ഓക്കെ ഞാൻ ഇന്നയാളോട് ഇന്നത് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പ്രൂഫും ഇല്ല ഇവിടെ. എന്തേലും ഉണ്ടെന്നുണ്ടെങ്കില് നിങ്ങള് ഡയറക്റ്റ് ആയിട്ട് മെയിൽ അയക്കുക. അതിപ്പം നിങ്ങടെ നിങ്ങടെ കൂടെ വർക്ക് ചെയ്യുന്ന ഏത് കൊളീഗ്സ് ആണേലും നിങ്ങളൊരു കാര്യം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ഇപ്പൊ ഡ്യൂട്ടി ഷിഫ്റ്റ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്ത് കാര്യമാണേലും നിങ്ങള് മെയിൽ അയച്ചേക്കുക. കാരണം ഇവിടെ പ്രൂഫ് ഇല്ലാണ്ട് ഒരു കാര്യം ഇവര് അക്സെപ്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾ എന്ത് കാര്യം ഉണ്ടേലും നിങ്ങൾ മെയിൽ അയക്കണം. മെയിൽ അയക്കണതാണ് ഇവിടെ ഏറ്റവും അറ്റ്‌ലീസ്റ്റ് നമുക്കൊരു പ്രൂഫായിട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മെയിൽ അയക്കണം. അറ്റ്‌ലീസ്റ്റ് നിങ്ങള്. പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളിവിടെ ഏതേലും പുതിയ മൊഡാലിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? അതായത് ഫോർ എക്സാമ്പിൾ നമ്മള് നാട്ടിലെ തിയേറ്റേഴ്സ് സിയാമില് ഇവിടെ നമ്മള് വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്ത് നിങ്ങള് കറക്റ്റായിട്ട് എല്ലാം പഠിച്ച് നിങ്ങള് കോമ്പറ്റൻസി ഒക്കെ സൈൻ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നിങ്ങള് അവിടുത്തെ ഡോക്ടേഴ്സിനോട് അവിടുത്തെ വർക്കിംഗ് ടൈമില് നിങ്ങൾക്ക് ചോദിക്കാം. ഒരു ടെസ്റ്റിമോണിയൽ ലെറ്റർ എന്നുള്ള രീതിയിൽ ഒരു ടെസ്റ്റിമോണിയൽ ലെറ്റേഴ്സ് നിങ്ങൾക്ക് മാക്സിമം നമുക്ക് ഡോക്ടേഴ്സിൻ്റെയോ അല്ലെങ്കിൽ കൂടെ കൂടെ വർക്ക് ചെയ്യണ ആരാണേലും ഒരു ഒഫീഷ്യൽ ടൈമിൽ അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് ടൈമിൽ നിങ്ങൾ ഒരു ടെസ്റ്റിമോണിയൽ ലെറ്റേഴ്സ് എവിടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ
അവിടുന്നെല്ലാം ഒരു ടെസ്റ്റിമോണിയൽ ലെറ്റേഴ്സ് നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നോ നമ്മുടെ നേഴ്സസിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് അവരുടെ ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിൽ ഒരു ഒഫീഷ്യലി നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ട്രസ്റ്റിൻ്റെ ലോഗോ ഒക്കെ വെച്ച് അതിൻ്റെ വാല്യൂസ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് അവർ ആ ഒരു രീതിയിൽ ഒരു ടെസ്റ്റിമോണിയൽ ലെറ്റർ നമുക്ക് തരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂ വരുന്ന സമയത്ത് നമുക്കത് കാണിക്കാൻ പറ്റും. ഒരു പ്രൂഫ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റും. ഇങ്ങനൊരു ടെസ്റ്റിമോണിയൽ ലെറ്റേഴ്സ് നിങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ മാക്സിമം നിങ്ങൾ ഇവർ നമുക്ക് ഓരോ മിഡ് പ്രൊബേഷൻ മീറ്റിംഗ്, എൻഡ് ഓഫ് പ്രൊബേഷൻ മീറ്റിംഗ് ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു. എനിക്കുള്ള പോലെ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ചിലർക്ക് എൻ്റെ എൻ്റെ കുറേ ഫ്രണ്ട്സിനൊക്കെ അവർ 3 മന്ത്സ് 4 മന്ത്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർക്ക് എൻഡ് ഓഫ് പ്രൊബേഷൻ മീറ്റിംഗ് കഴിഞ്ഞ് അവർ ഡയറക്റ്റ് പെർമനൻറ്റ് സ്റ്റാഫായിട്ട് അവർക്ക് ഷിഫ്റ്റ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുകയും നൈറ്റ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു 9 മന്ത്സ് ആയിട്ട് 9 മന്ത്സിലാണ് എൻ്റെ മിഡ് പ്രൊബേഷൻ മീറ്റിംഗ് തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ മിഡ് പ്രൊബേഷൻ മീറ്റിംഗ് തൊട്ട് അവർ എനിക്ക് കുറേ ടൈം തന്നു. അതായത് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചോട്ടെ എന്നുള്ള രീതിയിൽ എനിക്ക് കുറച്ച് ടൈം തന്നായിരുന്നു. പക്ഷേ ഈ ടൈം തന്ന സമയത്തൊക്കെ അവരെനിക്ക് പ്രോപ്പറായിട്ട് ഇന്ന ഇന്ന കാര്യം ചെയ്ത് കഴിഞ്ഞേച്ചാൽ എനിക്ക് ഈ രീതിയിൽ പഠിക്കാൻ പറ്റും. അങ്ങനൊന്നും അവർ പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. അപ്പം നിങ്ങളുടെ പ്രൊബേഷൻ മീറ്റിങ്ങിലോ അങ്ങനെ എന്തെങ്കിലും അവർ ഏതേലും രീതിയിൽ കൺസേൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുക. നിങ്ങൾ ഏത് രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? ആരുടെ അടുത്താണ് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കേണ്ടത്? നിങ്ങൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് ആകും എന്നുള്ള രീതിയിൽ നമ്മൾ അവരോട് ചോദിക്കുക. അവരൊരിക്കലും ഇങ്ങോട്ട് ഒരു കാര്യവും നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നില്ല. നമ്മൾ അങ്ങോട്ട് അവരോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇവർ നിങ്ങളുടെ ഏതെങ്കിലും ഒരു രീതിയിൽ ടെർമിനേഷൻ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിസൈൻ ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു ടോക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ആ ട്രസ്റ്റിൽ നിന്ന് നമ്മൾ വേറെ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോളാം. കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു ടോക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തായാലും അവർക്ക് എടുക്കാൻ നിങ്ങളെ NHS പെർമനൻറ്റ് സ്റ്റാഫ് എന്ന് എടുക്കാനായിട്ട് അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് അതിനർത്ഥം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ വേറെ ജോലി നോക്കിക്കോളാം. ആ ട്രസ്റ്റ് വേറെ ആരോടും പറയരുത്. നിങ്ങൾ സ്വന്തമായിട്ട് വേറെ ട്രസ്റ്റിൽ നമുക്ക് ട്രാക്ക് ജോബ്സിലോ NHS ജോബ്സിലൊക്കെ വേക്കൻസി വരുന്നതിൽ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോളാം. കാരണം ഇതിൻ്റെ എൻഡ് ഇതായിരിക്കും. അല്ലെങ്കിൽ ഇവർ ഒഫീഷ്യലി നമ്മളോട് ഇങ്ങനെ ജസ്റ്റ് വേർബലി ഇങ്ങനെ പറയും. നിങ്ങൾ പ്രൊബേഷൻ പാസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ NHS സ്റ്റാഫ് പെർമനൻറ്റ് സ്റ്റാഫായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിസൈൻ ചെയ്യാം. ഇങ്ങനെ ഇവരൊരു ജസ്റ്റ് വേർബലി പറയുമ്പം മേ ബി നമ്മൾ അത്ര വലുതായിട്ട് കൺസേൺ ആവത്തില്ല. ഓക്കെ, ഇത് ഇവർ ജസ്റ്റ് നമ്മളോട് ഓറലി അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ ആ ഒരു രീതിയിൽ കൺസേൺ ആയിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ക്ലിയറൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ വേറെ ജോലിക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോണം. കാരണം ഇതിപ്പോൾ ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ ഈ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ SORലൊക്കെ മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോയേഴ്സിനെ ഒക്കെ അല്ലെങ്കിൽ സോളിസിറ്റേഴ്സ് ഒക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കോമ്പറ്റൻസി ഇങ്ങനത്തെ കാര്യങ്ങൾ ടെസ്റ്റിമോണിയൽ ലെറ്റർ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ മാക്സിമം നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രൂഫായിട്ട് കാണിക്കാൻ പറ്റും. അവർ നമുക്ക് ഇത് ചെയ്തിട്ടില്ല അത് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി കോമ്പറ്റൻസി ഉണ്ട്. കോമ്പറ്റൻസി അഷ്വറൻസ് ഉണ്ട് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ്റെ കാര്യമാണ്. നമ്മൾ നാട്ടിൽ പഠിച്ചു വരുന്ന ഇതിപ്പോൾ നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ എക്സ്റേ എടുക്കുക വിടുക, അടുത്ത പേഷ്യൻറ്റിനെ വിളിക്കുക, എക്സ്റേ എടുക്കുക പോവുക, ആ ഒരു സംഭവം അല്ല ഇവിടെ. അതായത് ഇവിടെ റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇവർ ഒരുപാട് 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 ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സാധനമാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നത് കൊണ്ട് നമുക്ക് ഈ റേഡിയേഷൻ പ്രൊട്ടക്ഷനെ പറ്റി നമ്മൾ അത്രയും എക്സ്റേ നാട്ടിൽ എടുക്കണത് കൊണ്ടല്ലേ നമ്മൾ അത്രയും CTയിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യണത് കൊണ്ട് നമ്മൾ ആ ഒരു അത്ര കൺസേൺ അല്ല. പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് 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 കൺസേൺ ആണ്. ഇപ്പം നമ്മളെടുക്കണ എക്സ്റേസിന് എത്ര ഡോസ് ഉണ്ട്, അത് പേഷ്യൻസിന് എത്ര കിട്ടണുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ഒരുപാട് നോട്ട് ചെയ്യും. പിന്നെ നമ്മൾ നാട്ടിൽ ഇങ്ങോട്ട് വരുവാണെങ്കിൽ തന്നെ
ഒരുപാട് കോളേജസിലൊന്നും നമ്മുടെ എക്സ്റേസിലെ അനാട്ടമി നാട്ടിൽ പഠിപ്പിക്കണില്ല. എൻ്റെ അറിവിൽ എക്സ്റേസ് എടുത്തിട്ട് ആ എക്സ്റേയിലുള്ള പേഷ്യൻറ്റിൻ്റെ അനാട്ടമി ഒന്നും കാര്യമായിട്ടൊന്നും പഠിപ്പിക്കണില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഇപ്പോഴത്തെ ഒരു ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ പഠിച്ച ടൈമിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ സ്വന്തമായിട്ട് എഫോർട്ട് ഇട്ടിട്ട് അത് ഡയഗ്നോസ് ചെയ്യാനല്ല, ജസ്റ്റ് ഒരു നോർമൽ അനാട്ടമി, അതായത് ഒരു ചെസ്റ്റ് എക്സ്റേ ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിൽ അറ്റ്ലീസ്റ്റ് അതൊന്ന് മനസ്സിലാക്കാനെന്നുള്ള രീതിയിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എഫോർട്ട് ഇട്ടിട്ട് പഠിക്കുക. കാരണം ഈ കാര്യങ്ങളൊക്കെ ഇവിടെ എന്തായാലും വേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ വേറെ നമുക്കിങ്ങനെ പറഞ്ഞു തരാനോ എടുക്കാനോ ആരും ഉണ്ടാവില്ല. നിങ്ങളൊരു ചെസ്റ്റ് എക്സ്റേ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് നമ്മളാണത് കണ്ടുപിടിച്ചിട്ട്, അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പേഷ്യൻറ്റിനെ A&Eയുടെ അടുത്ത് വിടുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റേഡിയോളജിസ്റ്റിനോട് ചോദിച്ചിട്ട് ഈ എക്സ്റേയിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടു, ഇതിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് നമ്മളാണ് റേഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ട് ആ പേഷ്യൻറ്റിനെ ഡീൽ ചെയ്യേണ്ടത് നമ്മളാണ്. അപ്പം നമുക്കാണ് അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് നോളജ് എന്നുള്ള രീതിയിൽ ഒരു എക്സ്റേ കണ്ടു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ റേഡിയോഗ്രാഫേഴ്സാണ് ഇവിടെ അത് അനലൈസ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളിങ്ങോട്ട് വരുവാണ്, അല്ലെങ്കിൽ നിങ്ങൾ റീസെൻ്റ്ലി വന്നിട്ടുള്ളവരാണ്, നിങ്ങൾ സ്വന്തമായിട്ട് ഒരു എഫോർട്ട് ഇട്ടിട്ട് അത് പഠിക്കേണ്ടതാണ്. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇവിടെ ബ്രിട്ടീഷുകാരാണേലും അല്ലെങ്കിൽ ആഫ്രിക്കൻസ് ആണേലും ഇവിടെ ഉള്ള ആൾക്കാർ, ഇന്ത്യൻസ് അല്ല, ഇവിടെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ എന്തായാലും നോട്ട് ചെയ്യുന്നുണ്ടാവും. അവർക്ക് ഇങ്ങനെ വന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകും. പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ് അവർ നോക്കുന്നത്. 100% അവർ നമ്മുടെ കൂടെയുള്ള വർക്ക് ചെയ്യണ ഒരു ബാൻഡ് 5ൽ നമ്മുടെ തൊട്ട് മേളിൽ വന്ന ആൾക്കാർ തൊട്ട് ബാൻഡ് 7, 8 എല്ലാ ആൾക്കാരും നമ്മളെ നോട്ടീസ് ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും അതിന് പ്രൂഫ് വെക്കുക. പിന്നെ ഇവർ നമുക്കറിയാത്ത കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പം നമ്മൾ പേഴ്സണലി ഫോണിലാണ് നോട്ട് ചെയ്യണത്. നമ്മളങ്ങനെ ഹാബിച്വേറ്റ് ആയിട്ട് നമ്മൾ പേഴ്സണലി എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോണിലാണ് നോട്ട് ചെയ്ത് വെക്കണത്. നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർ എന്ത് പറഞ്ഞാലും ഒരു ചെറിയ സാധനം പറഞ്ഞാലും ആ ഡേറ്റ് ഇട്ടിട്ട് അത് നമ്മൾ ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഇത്ര നാട്ടിലിത്ര ഡെവലപ്പായിട്ട് വർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഈ ബുക്കിൽ നോട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അത് കുറച്ച് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നിങ്ങളൊരു നോട്ട് പാഡ് വാങ്ങിച്ചിട്ട് ഡെയിലി ഒരു ബുക്ക് ക്യാരി ചെയ്തിട്ട് അതിൽ നിങ്ങൾ ഡേറ്റ് ഇട്ടിട്ട് ഇന്ന സാധനമാണ് ഇതാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പറയുമ്പോൾ ഇതൊരു ചെറിയ കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മുടെ കണ്ടിന്യൂസ് പ്രോഗ്രാം ഡെവലപ്മെൻ്റ് ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേന് നിങ്ങൾക്കൊരു പ്രൂഫായിട്ട് ഇത് കാണിക്കാൻ പറ്റും. പിന്നെ HCPCയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പല ഹോസ്പിറ്റൽസിലും നമ്മൾ എടുക്കണ എക്സ്റേ നമ്മുടെ പേരിലാണ് വരുന്നത്. നമ്മുടെ HCPC നമ്പർ ഉണ്ട്. ആ നമ്പേഴ്സിലാണ് പോണത്. അപ്പം നമ്മൾ എക്സ്റേ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് HCPCക്ക് പോകുന്നുണ്ട്. എന്ത് പറഞ്ഞാലും അത് HCPCക്ക് നമ്പർ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്പർ കൊടുത്താണ് അത് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നമ്മുടെ പേരിൽ തന്നെ ആ എടുത്ത എക്സ്റേസ് എല്ലാം കിടക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു റീവാലുവേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അവർ നോട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇപ്പം നമ്മൾ ഒഫീഷ്യലി എന്തെങ്കിലും ഒരു കേസ് ഫയൽ രജിസ്റ്റർ ചെയ്യാന്നുള്ള രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരിതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പം ഇവിടെ പേഷ്യൻസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ സിസ്റ്റം യൂസ് ചെയ്യുമ്പം അതിനകത്ത് പേഷ്യൻ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും വരുന്ന പേഷ്യൻസ് എക്സ്റേ എടുക്കാൻ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് അപ്പം തന്നെ മെൻഷൻ ചെയ്തോളുക. ഇപ്പോൾ ഒരു കാര്യം ഇപ്പം ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് എക്സ്റേ എടുക്കും ആക്ച്വലി. ഒരു ചെസ്റ്റ് എക്സ്റേ പോലുള്ള എക്സ്റേസ് എടുക്കും. അബ്ഡോമൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ചെസ്റ്റ് എക്സ്റേ പോലുള്ള എക്സ്റേ എടുക്കും. അപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ള പേഷ്യൻ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിനോട് ചോദിച്ചിട്ട് പേഷ്യൻ്റ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പേഷ്യൻ്റ് ഡീറ്റെയിൽസിനകത്ത് മെൻഷൻ ചെയ്ത് കൊടുക്കുക. എന്തുണ്ടെങ്കിലും പേഷ്യൻ്റ് സൈഡിലായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം കുറച്ച് ആരോഗ്യൻ്റായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റേ എടുക്കാതെ തിരിച്ചു വിടും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് ഡീറ്റെയിൽസിൽ നിങ്ങൾ മെൻഷൻ ചെയ്ത് കൊള്ളുക. പിന്നെ തിയേറ്റേഴ്സിലൊക്കെ ആണെങ്കിലും നമ്മൾ IPS ഫോം പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ പേഷ്യൻ്റ് കോൺഷ്യസ് അല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി സോറി
അനസ്തേഷ്യ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കില് നമുക്ക് പേഷ്യന്റിന്റെ കയ്യിന്ന് കൺസേൺ വാങ്ങിക്കാൻ പറ്റൂല. അങ്ങനെയുള്ള കാര്യങ്ങളാണേലും നമ്മള് നഴ്സസിനോട് ചോദിച്ചിട്ട് നമ്മള് ഓറൽ കൺസേൺ എടുത്തിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് ഈ പേഷ്യന്റ് ഡീറ്റെയിൽസിനകത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടോളാം. നമ്മൾ നമ്മുടെ സൈഡീന്ന് നമുക്കൊരു പ്രശ്നം വരുന്ന രീതിയിൽ ഒരു കാര്യം നമ്മളായിട്ട് ഉണ്ടാക്കരുത്. എന്ത് കാര്യം ഉണ്ടേലും ഇവിടെ ഇവർക്ക് പ്രൂഫാണ് വേണ്ടത്. നമ്മള് ഈ പേഷ്യൻസിനോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു, അല്ലെങ്കിൽ നമ്മള് നേഴ്സിനോട് ഇത് ചോദിച്ചു ഓക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് അല്ല റൈറ്റ് സൈഡ് ആണ് എടുക്കേണ്ടത്. ഇങ്ങനത്തെ എന്ത് കാര്യം, എന്ത് എന്ത് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും അപ്പം തന്നെ പേഷ്യന്റ് ഡീറ്റെയിൽസിൽ, ഇവിടെ പേഷ്യന്റ് ഡീറ്റെയിൽസ് ആണ്. ഇനി വേറെ സിസ്റ്റം മാറുന്നതനുസരിച്ച് നമ്മുടെ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും മാറുമെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതാണേലും അല്ലെങ്കിൽ വരുന്നിടത്താണേലും അതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് മെൻഷൻ ചെയ്തിടുക. നിങ്ങൾക്കൊരു പ്രൂഫ് ഇല്ലാണ്ട് ഒരു കാര്യത്തിലും ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുകയില്ല. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇപ്പോൾ ഇടണത്, ഞാനിവിടെ തന്നെയാണ് വന്നത്. എൻ്റെ ട്രസ്റ്റിൽ ഞാൻ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ലേറ്റായി. അപ്പം എനിക്ക് ഈ ഈ ടൈമിലൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യണവര് ഇവിടെ ഒരു, എനിക്ക് തോന്നുന്നു ഒരു 200 സ്റ്റാഫിൻ്റെ അടുത്തുണ്ടെങ്കിൽ അതിലൊരു 98% ആൾക്കാരും ഇവിടുത്തുകാരാണ്. അപ്പം ഇവരെ ഇവർ നമ്മൾ പുറത്തുനിന്ന് വരുന്നതുകൊണ്ട് നമ്മളെ നോക്കണത് കൊണ്ട് നമ്മൾ ഇവര് നമ്മളെ എന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് നോക്കണുണ്ടായിരുന്നു. എൻ്റെ കൂടൊക്കെ ആൾക്കാരെ എടുത്തിട്ട് ഞാൻ ചെയ്യണ എക്സ്റേ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ള രീതിയിൽ വരെ ഇവരെ എന്നെ നോക്കണുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ വരണത് എവിടാണേലും നിങ്ങൾക്ക് ഒരു നെഗറ്റീവ്സ് ഉണ്ടാക്കുക, ഇപ്പം എക്സ്റേ എടുത്തത് മാറിപ്പോയി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ള രീതിയിൽ നമ്മളത് മാനേജേഴ്സിനോട്, നിങ്ങളുടെ തൊട്ട് മേളിലുള്ള ബാൻഡ് ആരാണോ കൂടെ ഉള്ളത് അവരോട് നമ്മൾ സമ്മതിക്കണം. കാരണം ഇവിടെ മിസ്റ്റേക്സ് ഉണ്ടാകുന്നത് കൊണ്ട് കുഴപ്പമില്ല. ആ മിസ്റ്റേക്ക് നമ്മൾ മറച്ച് വെച്ചിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഇവിടെ പ്രശ്നം ഉണ്ടാവുന്നത്. അങ്ങനെയാണ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ നമ്മളത് മറച്ച് വെക്കുമ്പോഴാണ് അത് കൂടുതൽ പ്രശ്നമായിട്ട് ഇവിടെ വരണത്. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങ് സമ്മതിച്ചേക്കണം. അങ്ങനെയുള്ളപ്പം പിന്നെ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകാനൊന്നും അത് ഇതാവത്തില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ഞാനിവിടെ തന്നെ വന്നതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ കുറേ ടൈം എടുത്തു. ഇതൊക്കെ ഞാൻ ഈ എൻ്റെ ഈ നശിച്ച ഈ ഒരു ടൈമിലാണ് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയത്. കാരണം എനിക്ക് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഇതിങ്ങനെയാണെന്നുള്ള രീതിയിൽ സ്റ്റാർട്ടിങ് തൊട്ടേ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഇല്ലായിരുന്നു. ഈ എൻഡ് ടൈമിലാണ് എൻ്റെ കുറേ ഫ്രണ്ട്സ്, ഓൾറെഡി അവരൊക്കെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതുകൊണ്ട് ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എടാ അങ്ങനല്ലടാ ചെയ്യേണ്ടത്, അല്ലേടി ഇങ്ങനെ അല്ല ചെയ്യേണ്ടത്, നീ അതൊന്ന് അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഒന്ന് നോക്കുമെന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഓക്കെ ആവും. അല്ലാണ്ട് ഇപ്പം വേറൊരാളാണെന്നുണ്ടെങ്കിൽ അവർ കൂടെ നിന്നിട്ട് നോക്കിയിട്ട് അവർ പോയിട്ട് ഡയറക്റ്റ് മാനേജേഴ്സിന് മെയിൽ അയക്കും. അങ്ങനെ കുറേ 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 ചെറിയ ചെറിയ നെഗറ്റീവ് ഫീഡ്ബാക്ക്സ് എനിക്ക് എനിക്കെതിരെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇവർക്ക്. അത് മാത്രം വെച്ചിട്ടാണ്. അല്ലാണ്ട് ഞാൻ കാരണം റേഡിയേഷൻ സേഫ്റ്റി എന്നുള്ള രീതിയിൽ പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിക്കുവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ഒരു ടെർമിനേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് ആദ്യമായിട്ടാണ്. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞങ്ങൾക്കൊരു ഫ്രണ്ട് സർക്കിൾ എന്നുള്ള രീതിയിൽ പലരും ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാര്യം കേൾക്കണത് തന്നെ. അത് ചെറിയ 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 മിസ്റ്റേക്സ് ഉണ്ടേലും അവരത് നോക്കും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പ്രൊബേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺട്രാക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നിങ്ങൾ ഒരു NHS പെർമനന്റ് സ്റ്റാഫ് ആണെങ്കിൽ മാത്രമേ നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും സേഫ്റ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ പേഷ്യന്റ് മരിക്കുകയോ പേഷ്യന്റ് പാരലൈസ് ആയി പോവോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ടെർമിനേറ്റ് ചെയ്യാം. അത് നിങ്ങൾ പെർമനന്റ് സ്റ്റാഫ് ആണെങ്കിൽ ഇതുപോലത്തെ വലിയ വലിയ കാര്യങ്ങൾ സംഭവിച്ചാൽ അവർ ടെർമിനേറ്റ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പ്രൊബേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരെ അവരത് നോട്ട് ചെയ്യുന്നുണ്ടാവും. അത് നോട്ട് ചെയ്തിട്ട് അവർക്ക് നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു അധികാരം അവർക്ക് ഉണ്ട് ആക്ച്വലി. നമ്മളത് ആഹ് നമ്മളത് ലീഗലി മൂവ് ചെയ്യുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ട്രസ്റ്റിന് അതിൻ്റേതായ ആ ഒരു പോളിസിയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രൊബേഷൻ ടൈമിൽ അവർക്ക് നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ അവർക്ക് പറ്റും. സോ നിങ്ങൾ വരുന്ന ടൈമിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക. നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ പ്രൊബേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്.
പ്രൊബേഷൻ നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നാളെ നിങ്ങളൊരു NHS പെർമനന്റ് സ്റ്റാഫ് ആകുവാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളെ അവർ ടെർമിനേറ്റ് ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾക്കത് ലീഗലി മൂവ് ചെയ്യാം. ട്രസ്റ്റിനെതിരെ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ലീഗലി മൂവ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വന്നിട്ടുള്ള പ്രൊബേഷൻ ടൈമിൽ നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ പ്രൊബേഷൻ നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്ത് വാങ്ങിക്കുക. പിന്നെ നമ്മൾ കോമ്പറ്റൻസി എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണെങ്കിലും അവർക്ക് നമ്മളെ ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ പ്രൊബേഷനിലാണെങ്കിൽ മാത്രം അവർക്ക് നമ്മളെ ടെർമിനേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും ഇല്ല, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് എന്നുള്ള രീതിയിലായിട്ട് അവർ നമ്മളെ ടെർമിനേറ്റ് ചെയ്തെങ്കിൽ നമുക്ക് ലീഗലി നമുക്ക് മൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പറ്റൻസി റീവാലുവേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് വെക്കാം. അതാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത്. നിങ്ങൾ ഈ അനാട്ടമിയുടെ കാര്യവും ഈ ഈ എക്സ്റേസിൽ കാണുന്ന അനാട്ടമി നിങ്ങൾ കറക്റ്റാക്കി മനസ്സിലാക്കി പഠിച്ചിട്ട് ഇരിക്കുക. നമുക്ക് ഇപ്പം കോമ്പറ്റൻസി റീവാലുവേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ലീഗൽ സൈഡ് എന്നുള്ള രീതിയിൽ അവർ ഈ നിങ്ങൾ നോക്കുമ്പം നിങ്ങൾ ഒരാൾ സെപ്പറേറ്റും നിങ്ങളുടെ കൂടെയുള്ള ട്രസ്റ്റ്, അതായത് റേഡിയോളജിയിലെ ആൾക്കാർ മാത്രമല്ല, നമ്മൾ എതിരെ നിൽക്കുമ്പം നമ്മൾ സെപ്പറേറ്റും ഈ ട്രസ്റ്റ് സെപ്പറേറ്റും അങ്ങനെയാണ് നിൽക്കുന്നത്. അല്ലാണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മാനേജറോ ആയിട്ടോ അങ്ങനെയല്ല നിൽക്കുന്നത്. അപ്പം നമ്മൾ ലീഗലി പോകുമ്പം ഈ കോമ്പറ്റൻസി റീവാലുവേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രസ്റ്റ് നമ്മളോട് എന്ത് ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ജോലി പോയിട്ടുണ്ട്, നമ്മളെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവർ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ഇവർ ഈ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മളത് പറയാൻ ആപ്റ്റ് ആയിട്ടിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മൾ ഈ കോമ്പറ്റൻസി റീവാലുവേഷൻ എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിനോട് നമ്മൾ പോകാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ട്രസ്റ്റുമായിട്ട് മാക്സിമം നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് നമ്മുടെ ടെർമിനേഷൻ ഒഴിവാക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് ചെയ്തോളുക. അല്ലാണ്ട് നിങ്ങൾ ഈ ലീഗലി പോവുക, ഈ എതിരായിട്ട് നിൽക്കുക എന്നുള്ള ഒരു സംഭവത്തോട് നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു സോളിസിറ്റേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് അവരോട് വിളിച്ച് സംസാരിച്ച് കറക്റ്റായിട്ട് അതെന്താണെന്ന് വെച്ചാൽ അത് ചെയ്തിട്ടേ നമ്മൾ ലീഗലി മൂവ് ചെയ്യാവൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആദ്യമേ നമ്മൾ SOR പോലത്തെ സംഭവങ്ങളിലൊക്കെ ഒരു യൂണിയനിൽ നമ്മൾ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് നമ്മളെ ടെർമിനേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ആക്ച്വലി ഞങ്ങൾ ഫ്രണ്ട്സ് കുറേ പേര് ഞങ്ങൾ ആരും SOR പോലത്തെ കാര്യങ്ങളിലൊന്നും ഞങ്ങൾ മെമ്പേഴ്സ് അല്ലായിരുന്നു. കാരണം നമ്മൾ ഇത്രയും എമൗണ്ട് ഒരു 26 പൗണ്ട് എന്ന് പറയുമ്പം ഇത്ര എമൗണ്ട് ഒരു മാസം കൊടുക്കണമല്ലോ, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇരുന്നത്. അതുകൊണ്ട് ഒറ്റയൊരു കാരണം കൊണ്ട് മാത്രമാണ് SOR പോലത്തെ ഒന്നും മെമ്പർ ആകാതിരുന്നത്. പക്ഷേ അത് റിയലി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇവിടെ എന്തൊരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയായിരിക്കും ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഒരു മനുഷ്യരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. എന്ത് കാര്യമാണേലും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും അത് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മളെ ആശ്വസിപ്പിക്കാനെടുക്കാനൊക്കെ അവർക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ വർക്ക് ഉണ്ട്, അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ എന്ത് കാര്യമാണേലും നമ്മൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനൊരു പ്രശ്നത്തിലേക്ക് നിങ്ങൾ പോകരുതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുമ്പോൾ തൊട്ട് അതിനായിട്ടുള്ള കാര്യങ്ങൾ, അതിനായിട്ടൊരു മുൻകരുതൽ നമ്മൾ തന്നെയായിട്ട് അത് എടുക്കണം. ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. കാരണം ഇത് പലർക്കും ഇത് അറിയാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അറിഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്.